ഹായ് ഹലോ. കേരളത്തിൽ കാണപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണ് ഇടംപിരി വലംപിരി. ഇടംപിരി വലംപിരി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും. വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ അരയിൽ കെട്ടുന്ന സംഭവമാണ് ഈ ഇടംപിരി വലംപിരി എന്ന് പറയുന്നത്. അപ്പൊ ഇത് പിടിക്കുന്നത് ഒരു ചെടിയിലാണ്. ഒരു കുറ്റിച്ചെടിയിലാണ്, അല്ലെങ്കിൽ ഒരു ചെറു മരമായിട്ട് വളരുന്ന ഒരു ചെടിയിലാണ്. ഏത് ചെടിയാണെന്ന് അറിയാമോ? ആ ചെടിയാണ് നിങ്ങളിപ്പോ കാണുന്നത്. ദേ ഈ പിടിച്ചു നിൽക്കുന്നതെല്ലാം ഇടംപിരി വലംപിരിയാണ്. അതാ കണ്ടോ? ഞാൻ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്നതെല്ലാം ഇടംപിരി വലംപിരിയാണ്. ഇത് വലത്തോട്ട് തിരിയുന്നതിനെ വലംപിരി എന്നും ഇതില് ഇടത്തോട്ട് തിരിവ് വരുന്നതിനെ ഇടംപിരി എന്നാണ് പറയുന്നത്. അതെ, ഇടംപിരിയും വലംപിരിയും പ്രകൃതി നമുക്ക് മറച്ചു വെച്ച അപൂർവ ഔഷധ രഹസ്യമാണ് കേട്ടോ ഈ ചെടി. അതെ, ചില ചെടികളുണ്ടല്ലോ, നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു ചോദ്യം നമ്മളെ കൊണ്ട് ചോദിപ്പിക്കും. ഇതെന്താണ്? എന്തിനാണ് ഇതിങ്ങനെ വളരുന്നത്? ഇടത്തോട്ട് പിരിഞ്ഞത് ഇടംപിരി, വലത്തോട്ട് പിരിഞ്ഞത് വലംപിരി. പക്ഷേ ഈ പിരിച്ചിലിന് പിന്നിലുണ്ടല്ലോ ഒളിച്ചിരിക്കുന്ന ഒരു ശക്തിയുണ്ട്. നമ്മൾ ദിവസേന ഉപയോഗിക്കുന്ന മരുന്നുകളേക്കാൾ വിലയേറിയ ഗുണങ്ങളുള്ള ഒരു ശക്തി. അതെ, നൂറ്റാണ്ടുകളായി നാട്ടുവൈദ്യന്മാർ സൂക്ഷിച്ച രഹസ്യം. അപ്പോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഇടംപിരി വലംപിരി എന്ന അപൂർവ ഔഷധ ചെടിയെ കുറിച്ചിട്ടാണ് കേട്ടോ. അതെ, ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ചുറ്റിപ്പിരിഞ്ഞ കായകൾ, തുണി പോലെ ചുരുണ്ട ഒരു രൂപം, ഒരിക്കലും നേരെ വളരാത്തൊരു സ്വഭാവം. ഇതൊരു സാധാരണ ചെടിയല്ലാന്ന് നിങ്ങൾക്കും തോന്നുന്നുണ്ടോ? അതെ, ഇത് പ്രകൃതി തന്നെ സിഗ്നേച്ചർ വെച്ച ഒരു ഔഷധമാണ്. ഒരു സംശയമില്ല കേട്ടോ. എന്താണ് കാരണമെന്നറിയാവോ? ഒരേ ചെടിയെ തന്നെ ഇടംപിരി എന്നും വലംപിരി എന്നും വിളിക്കുന്നുണ്ട്. അതെ, പലർക്കും ഇതിനെ കാണുമ്പോഴുണ്ടല്ലോ ഒരു കൗതുകം മാത്രമാണ്. പക്ഷേ അറിയുന്നവർക്ക് ഇത് ജീവനുള്ള ഒരു മരുന്ന് തന്നെയാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ, നമ്മുടെ പഴയ വൈദ്യന്മാരുടെ വീടുകളിൽ, അമ്മുമ്മമാരുടെ അറിവിൽ ഈ ചെടിക്ക് വലിയ സ്ഥാനാണുള്ളത്. ശരിക്കും പനി, വയറുവേദന, ദഹന പ്രശ്നങ്ങൾ, കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇതൊക്കെ വന്നാലുണ്ടല്ലോ ഇടംപിരി വലംപിരി ഉണ്ടോ എന്നൊരു ചോദ്യം തന്നെ കേട്ടിട്ടുണ്ട് പലരും. അതെ, ഇന്ന് നമ്മൾ മറന്നുപോയ അറിവാണിത്. പക്ഷെ പ്രകൃതി മറന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ ഒരു കാര്യം ആലോചിക്കണം കേട്ടോ. ശരീരത്തിന്റെ പ്രശ്നങ്ങൾ പലപ്പോഴും ആരംഭിക്കുന്നത് ദഹന വ്യവസ്ഥയിൽ നിന്നാണ്. അതറിയോ എല്ലാവർക്കും? അതെ, ഇടംപിരി വലംപിരി അവിടെ നിന്നാണ് പ്രവർത്തനം തുടങ്ങുന്നത്. ദഹനം മെച്ചപ്പെടുത്താൻ, വയറുവേദന ശമിപ്പിക്കാൻ, ആന്തരിക അണുബാധകൾ കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നുവെന്ന് പഴയ വൈദ്യഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് പലപ്പോഴും കഷായങ്ങളിലും ചൂർണങ്ങളിലും ഒക്കെ ഉപയോഗിക്കുന്നത്. ഇന്നത്തെ ലോകം ഉണ്ടല്ലോ ടാബ്ലറ്റ്സിലേക്കും സിറപ്പിലേക്കും ഒക്കെ മാറിയപ്പോൾ പ്രകൃതിയുടെ മടിയിൽ നമ്മൾ സൗജന്യമായി കിട്ടിയ ഈ ഔഷധങ്ങളെല്ലാം മറന്നുപോയി എന്നുള്ളതാണ് സത്യം. അതെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. സൈഡ് എഫക്റ്റ് ഇല്ലാത്ത മരുന്ന്, കാലം പരീക്ഷിച്ചറിഞ്ഞ അറിവ്, തലമുറകളായി പാർന്നു നൽകിയ വിസ്ഡം, ഇതൊക്കെ ഒന്നിച്ചു വന്നാൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? അതാണ് ഇടംപിരി വലംപിരി. ഒരു സംശയമില്ലാതെ തന്നെ പറയാല്ലേ. ഇന്നത്തെ കാലത്തേക്ക് വന്ന് നോക്കിയാൽ എങ്ങനെയാ? ഇന്ന് ലോകം വീണ്ടും തിരിഞ്ഞു നോക്കുകയാണ്. അതെ, ആ പഴയ കാലത്തേക്ക്. ഹെർബൽ മെഡിസിൻസ്, നാച്ചുറൽ റെമഡീസ്, റൂട്ട് ബേസ്ഡ് ഹീലിംഗ് എല്ലാം വീണ്ടും പ്രസക്തമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലേ ഇത്. പക്ഷേ ദുഃഖകരമായ ഒരു കാര്യം അറിയാമോ? നമ്മൾ ചുറ്റുമുള്ള നമ്മുടെ നാട്ടിലെ നമ്മുടെ മണ്ണിൽ വളരുന്ന ഈ ചെടികളെ നമ്മൾ തന്നെ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ ഒരു വീഡിയോ അതിനുള്ള ഒരു ചെറിയ ഓർമ്മപ്പെടുത്തലാണ്. ഈ ചെടി എവിടെയെങ്കിലും കണ്ടാൽ നിങ്ങൾ അത് തിരിച്ചറിയണം. ഇതാണ് ഇടംപിരി വലംപിരി. ഇത്രയൊക്കെ പറയുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം കേട്ടോ. ഇടംപിരി വലംപിരി എന്ന് വെച്ചാൽ അതൊരു ഔഷധമാണെങ്കിലും ഉപയോഗം അറിഞ്ഞു വേണം അത് കഴിക്കാനുള്ളതാണ്. അളവറിയാതെ പരീക്ഷിക്കാൻ നിൽക്കരുത് എന്നുള്ളത് സാരം. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടുവൈദ്യന്മാരുടെ അഥവാ വിദഗ്ധരുടെ നിർദ്ദേശം അത്യാവശ്യമാണ് ഇത് നമ്മൾ മരുന്നായിട്ട് കഴിക്കാനായിട്ട്. കാരണം ഔഷധങ്ങൾ എന്ന് വെച്ചാൽ ശക്തമാണ്. അറിവില്ലാതെ ഉപയോഗിച്ചാലുണ്ടല്ലോ നന്മയ്ക്ക് പകരം ദോഷമാവും നമുക്ക് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് ഇടംപിരി വലംപിരിയെ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് കേട്ടോ. പലർക്കും അറിയില്ല ഇടംപിരി വലംപിരി എന്നുള്ളത് ഒരു മരത്തിൽ പിടിക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരു ചെറിയ ചെടിയിൽ പിടിക്കുന്നതാണ് എന്നുള്ളത് പലർക്കും അറിയില്ല. അപ്പോൾ നിങ്ങളുടെ ചുറ്റും ചിലപ്പോൾ ഈ ചെടി ഉണ്ടായിരിക്കാം, പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാവാതെ പോകുന്നുണ്ടാവാം. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി തരാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ചെറിയ ചെടികളിൽ പോലും വലിയ വലിയ രഹസ്യങ്ങൾ ഒളിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ മനസ്സിലാക്കണം. ഇടംപിരി വലംപിരി എന്നുള്ളത് ഒരു ചെറിയ ചെടിയല്ല, ഒരു പാഠമാണ്. പ്രകൃതിയെ ആദരിക്കണം എന്നൊരു പാഠം കൂടിയിട്ടാണ് കേട്ടോ. ഇതുപോലുള്ള നാട്ടറിവുകളും ഔഷധ രഹസ്യങ്ങളും കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കോ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കോ. അഭിപ്രായങ്ങൾ കമന്റ് കൂടെ ചെയ്തേക്കോട്ടോ. ഇടംപിരി വലംപിരിയെ കുറിച്ച് പറയുമ്പോഴുണ്ടല്ലോ
ഒരു കാര്യം പ്രത്യേകം ഓർക്കാതെ പോകാൻ പറ്റില്ല. ഇടംപിരി വലംപിരി എന്നത് നമ്മൾ അറിയുന്നത് എങ്ങനെയാ? കുട്ടികളുടെ അരയിൽ കെട്ടുന്നത്. അപ്പൊ നമ്മൾ ചിന്തിച്ചിട്ടില്ലേ, എന്തിനാണ് കുട്ടികളുടെ അരയിൽ ഇത് കെട്ടുന്നത്? എന്തിനാണ്? അതെ, പണ്ട് കാലത്തുണ്ടല്ലോ, കുഞ്ഞുങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന വയറുവേദന, കരച്ചിൽ, വയറിളക്കം ഇവയ്ക്കൊക്കെ കാരണമാകുന്നത് ദഹന പ്രശ്നങ്ങളാണെന്ന് കരുതിയിരുന്നു. അപ്പോൾ ഈ ഇടംപിരി വലംപിരി ദഹനശക്തി വർദ്ധിപ്പിക്കുന്ന ഔഷധമായി അറിയപ്പെട്ടത് കൊണ്ട് തന്നെ കുട്ടിയുടെ അരയിൽ കെട്ടിയാൽ വയറുവേദന കുറയുമെന്ന നാട്ടുവിശ്വാസം അന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല കേട്ടോ, ദൃഷ്ടിദോഷം അകറ്റാൻ, നെഗറ്റീവ് എനർജി ഒഴിവാക്കാൻ എന്നിനൊക്കെ വേണ്ടിയിട്ടും ഇത് ഉപയോഗിച്ചിരുന്നു. ഈ ഒരു ഔഷധം എന്ന് വെച്ചാൽ ഇതൊരു ഔഷധം മാത്രമായിട്ടല്ല, ഒരു രക്ഷാ കവചം എന്ന നിലയിലും പല വീടുകളിലും ഉപയോഗിച്ചിരുന്നു. കുട്ടികൾ എളുപ്പം ദൃഷ്ടിദോഷം കിട്ടും, അപ്പോൾ അത് മാറാനായിട്ട് പെട്ടെന്ന് ഉപയോഗിക്കാനായിട്ട് വെച്ചിരുന്നു. പെട്ടെന്ന് കരയും, ഭക്ഷണം കഴിക്കില്ല, ഉറക്കം ശരിയായില്ല, അപ്പോഴൊക്കെ ഇടംപിരി വലംപിരി അരയിൽ കെട്ടുക എന്നുള്ളത് ഒരു നാട്ടു പരിഹാര രീതിയായി മാറിക്കഴിഞ്ഞിരുന്നു. അത് മാത്രമല്ല കേട്ടോ, നമ്മുടെ ശരീരതാപം ബാലൻസ് ചെയ്യാൻ, അതെ, ആയുർവേദ ആശയത്തിൽ കുട്ടികളുടെ ശരീരത്തിൽ വാതദോഷം കൂടുതലായിരിക്കുമെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇടംപിരി വലംപിരി വാതം ശമിപ്പിക്കുന്ന ഗുണങ്ങളുള്ളതായി പഴയ വൈദ്യന്മാർ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അരയിൽ കെട്ടിയാൽ ശരീരതാപം ബാലൻസ് ചെയ്യും എന്നൊരു ധാരണ അന്ന് നിലനിന്നിരുന്നു. നമ്മുടെ അമ്മൂമ്മമാരുടെ അനുഭവ അറിവുകളാണ് കേട്ടോ ഇതെല്ലാം. ഇന്ന് എന്താ പറയാ, ഇന്നത്തെ പുസ്തകത്തിന്റെ അറിവേ അല്ല, തലമുറകളായി കണ്ടുപഠിച്ച, ഇത് ചെയ്താൽ കുട്ടി ശാന്തമാകും എന്ന് അനുഭവം ഉള്ളവരുടെ അതിന്റെ ഒരു വിശ്വാസമാണ് പലപ്പോഴും നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നും ചില വീടുകളിലൊക്കെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള പരിഹാരങ്ങൾ പലരും ചെയ്തു നോക്കാറുണ്ടല്ലേ. ഇനിയൊരു പ്രധാന മുന്നറിയിപ്പുണ്ട് കേട്ടോ, ഇടംപിരി വലംപിരി അരയിൽ കെട്ടുന്നത് ഒരു വിശ്വാസ രീതി മാത്രമാണ് കേട്ടോ, ശാസ്ത്രീയ ചികിത്സയ്ക്ക് പകരം അല്ലാതെ. കുട്ടിക്ക് തുടർച്ചയായ വയറുവേദന, അമിത കരച്ചിൽ, പനി, ഭക്ഷണം കഴിക്കാത്തത് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നേരെ ഒരു ഡോക്ടറുടെ നിർദ്ദേശം തേടുകയാണ് ഏറ്റവും ബെറ്റർ. പിന്നെ ചുരുക്കത്തിൽ പറയാനെന്നുണ്ടെങ്കിൽ ഇടംപിരി വലംപിരി കുട്ടികളുടെ അരയിൽ കെട്ടുന്നത് വയറുവേദന കുറയ്ക്കുമെന്ന വിശ്വാസം, ദൃഷ്ടിദോഷം ഒഴിവാക്കും എന്ന വിശ്വാസം, വാതരോഗം ശമിപ്പിക്കുമെന്നുള്ള ഒരു വിശ്വാസം, ഇതൊക്കെ തലമുറകളായി പകർന്നു വന്ന നാട്ടറിവുകളാണ്. അപ്പോ ഇടംപിരി വലംപിരിയെ കുറിച്ച് ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് വന്നു എന്ന് കരുതുന്നു. ഇനി എനിക്കറിയാത്ത അല്ലെങ്കിൽ ഞാൻ പറയാത്ത കാര്യങ്ങൾ ഇടംപിരി വലംപിരിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ കേട്ടോ, ഉറപ്പായിട്ടും. അതുപോലെ തന്നെ ഇതുപോലുള്ള നാട്ടറിവുകളും ഔഷധ രഹസ്യങ്ങളും കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, ആ ബെൽ ബട്ടൺ കൂടെ ഞെക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പപ്പോൾ ഉള്ള വീഡിയോസ് അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങളും പരിഹാരങ്ങളും എന്താ പറയുക, ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കാവുന്നതാണ്. അപ്പോൾ പ്രകൃതിയിലേക്ക് വീണ്ടും നമുക്ക് തിരിച്ചു പോവാം. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.